ബന്ധപ്പെടുത്തിയ ഒരു കലാരൂപമാണ് ശാസ്താംപാട്ട്. ശരിക്കും അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന ഈ ശാസ്താംപാട്ടിന് ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനെക്കുറിച്ച് അടുത്താണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ശാസ്താംപാട്ടിൻ്റെ ഒരു ആശാനെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കുമാരൻ എന്നാണ്. കുമാരനാശാൻ തളിക്കുളം. എന്തെങ്കിലും ആശാനെ നമസ്കാരം, പേരെന്താ? കുമാരനാശാൻ തളിക്കുളം. അപ്പോൾ എത്ര വർഷം ഈ ശാസ്താംപാട്ടിൽ വന്നിട്ട്? ശാസ്താംപാട്ടിൽ വന്നിട്ട് എനിക്ക് 15-20 വയസ്സുള്ളപ്പോൾ ഞാൻ ശാസ്താംപാട്ട് പഠനം തുടങ്ങി. ശരിക്ക് അയ്യപ്പൻ വിളക്കായിട്ട് തുടങ്ങിയിട്ട് 2000-ൽ തുടങ്ങിയതാണ്. 2000-ൽ തുടങ്ങി അയ്യപ്പൻ വിളക്ക് അനവധി സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അയ്യപ്പൻ വിളക്ക് അനവധി ശിഷ്യഗണങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു 300 ചില്ലാനും ശിഷ്യന്മാർ എനിക്കുണ്ട്. അതിൽ പ്രശസ്തരായ കുറേ ശിഷ്യന്മാരുണ്ട്. അയ്യപ്പൻ വിളക്ക് നടത്തി വരുന്ന കുറേ ശിഷ്യന്മാർ. ആ രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കുറേ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടാവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലുപരി ഇത് ഒരു പവൻ്റെ സ്വർണ്ണമുദ്ര പുരസ്കാരമാണ്. അയ്യപ്പ സേവാ സമിതിയുടെ അന്തിക്കാട് അയ്യപ്പ സമിതിയുടെ പുരസ്കാരം. ഇത് ശ്രേഷ്ഠ കലാ പുരസ്കാരം ഒരു പവൻ്റെ. ഇനി വീട്ടിൽ അരപ്പവൻ്റെ ഒരു പുരസ്കാരം ഇരിക്കുന്നുണ്ട്. ഇതും ശിഷ്യഗണങ്ങളുടെ കാപ്പവൻ്റെ സമ്മാനമാണ്. അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങൾ വീട്ടിൽ ഇഷ്ടപോലെ നിങ്ങൾക്ക് വന്ന് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും. എങ്ങനെ ഇതിലേക്ക് വന്നത് ഈ ശാസ്താംപാട്ട്?